അഗളിയിൽ രാജിവെച്ച പ്രസിഡന്റ് മഞ്ജു പ്രതികരണവുമായി രംഗത്തെത്തി. എന്നും കോൺഗ്രസ് പ്രവർത്തകയായിരിക്കുമെന്ന മഞ്ജു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇടതുപക്ഷത്തിന്റെ മെമ്പർമാർ തന്നെ പിന്തുണയ്ക്കുക മാത്രമാണ് ചെയ്തതെന്ന് മഞ്ജു പറഞ്ഞു. കോൺഗ്രസ് പ്രവർത്തക എന്ന നിലയിൽ ആ പിന്തുണ സ്വീകരിക്കുന്നില്ലെന്ന് അവർ വ്യക്തമാക്കി. കോൺഗ്രസ് പ്രവർത്തകയാണ്, അന്നും ഇന്നും നാളെയും അങ്ങനെ തന്നെയായിരിക്കും. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എൻ്റെ പേര് നിർദ്ദേശിച്ചപ്പോൾ LDF മെമ്പർമാർ എനിക്ക് പിന്തുണ നൽകുക മാത്രമാണ് ഉണ്ടായത്. ഒരു കോൺഗ്രസ് പ്രവർത്തക എന്ന നിലയിൽ ഈ പിന്തുണ ഞാൻ സ്വീകരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അതിനാൽ പ്രസിഡന്റ് സ്ഥാനം ഞാൻ രാജിവെക്കുന്നു. ഇന്ന് രാവിലെയാണ് മഞ്ജു പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത്. അതേസമയം UDF അധികാരത്തിൽ വന്നാൽ 10 വർഷമായി ഇടതുപക്ഷം നടത്തിയ അഴിമതികൾ പുറത്തുവരുമെന്ന ഭയമാണ് CPM നേതൃത്വത്തിന് കോൺഗ്രസ് അംഗത്തെ വെച്ച് ഭരിക്കാൻ തീരുമാനിച്ചതിന് കാരണമെന്ന് കോൺഗ്രസ് നേതാവ് ബാബു സിറിയക്ക് പറഞ്ഞു. മുൻ ഏരിയ സെക്രട്ടറിയും ജെല്ലിപ്പാറ വാർഡ് മെമ്പറുമായ ശ്രീ CP ബാബുവിന്റെ നേതൃത്വത്തിൽ ഒരു മാഫിയ സംഘം നടത്തിയ അട്ടിമറിയാണ് ഇപ്പോൾ പൊളിഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായി ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന LDFന്റെ നേതൃത്വത്തിൽ നടന്ന കൊള്ളരുതായ്മകൾ, അതുപോലെ തന്നെ തീവെട്ടിക്കൊള്ളകൾ, ഇതെല്ലാം പുറത്തു വരുമെന്നുള്ള ഭയം ഇവർക്കുണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ജനം വിധിയെഴുതിയത് UDFന് അനുകൂലമായിട്ടാണ്. പക്ഷേ UDFന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ 10 വർഷം ഈ സംഘം നടത്തിയ മുഴുവൻ അഴിമതിയും കള്ളക്കളികളും പുറത്തു വരുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് പാവപ്പെട്ട ഒരു വീട്ടമ്മയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നിർബന്ധപൂർവം അന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ അവർക്ക് അനുകൂലമായി വോട്ട് ചെയ്യിപ്പിച്ചത്. ഇന്ന് സത്യം ജനം തിരിച്ചറിയുകയാണ്. ശ്രീ CP ബാബുവിന്റെ നേതൃത്വത്തിൽ ഈ കൊള്ള സംഘത്തിനെതിരെ കഴിഞ്ഞ 2 ദിവസം അട്ടപ്പാടിയിലെ ജനങ്ങളുടെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഉണ്ടായിട്ടുള്ളത്. CPMകാരായിട്ടുള്ള ആളുകൾ പോലും, യഥാർത്ഥ CPMകാർ പോലും ഈ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നതിന് ശ്രീ CP ബാബുവിനെ അനുകൂലിക്കുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വെളിവായത്. ഏതായാലും ഈ രാജിവെപ്പിലൂടെ, ഇപ്പോൾ പ്രസിഡന്റ് രാജിവെച്ചതിലൂടെ ജനാധിപത്യം വീണ്ടും അതിന്റെ മഹത്വം വീണ്ടെടുത്തിരിക്കുകയാണ്. ഒരു സംശയവും വേണ്ട. UDFന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അഗളി ഗ്രാമപഞ്ചായത്തിൽ അധികാരത്തിൽ വരും. കഴിഞ്ഞ 10 വർഷം ഇവർ നടത്തിയ തീവെട്ടിക്കൊള്ള ഞങ്ങൾ ജനത്തിന്റെ CPM ഏരിയ സെക്രട്ടറിയായിരുന്ന CP ബാബുവിന്റെ നേതൃത്വത്തിലാണ് അട്ടിമറി നടന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. UTV ന്യൂസ്, പാലക്കാട്.